ഭയങ്കര പണിയിലാണല്ലോ. ഗ്യാസ് മേടിച്ചു തരാൻ പറയടോ. ഗ്യാസ് വാങ്ങിച്ചേരാൻ വാസുവേട്ടനോട് എന്നോട് പറഞ്ഞെന്തരാ. ഞാൻ ഇത്തിരി വിറകൊക്കെ ഒന്ന് പൈസ എടുത്താൽ കിട്ടുമല്ലോ. അത് ചോദിച്ചപ്പോ പറഞ്ഞു പറമ്പിൽ നല്ലോണം പെറുക്കി എടുത്തോളാം. പിന്നെയാണ് ഗ്യാസ് വാങ്ങിച്ചു തരുന്നത്. ഇതൊക്കെ പാടല്ലേടി. പാടാടി ഉണ്ടാക്കാനാ. എന്തായി നമ്മളെ പരീക്ക ജോസൂട്ടിനോട് പറഞ്ഞാ പോയിട്ട്? അതൊന്നും പറയാത്ത വേദം. ജോസഫിനടുത്ത് എന്ത് പറഞ്ഞിട്ട് തലേക്കാരനില്ലാന്ന്. അതങ്ങനെയാണ് ഈ ആണുങ്ങൾക്ക് ചില സമയത്തുണ്ട് ചിഹ്നനടിച്ച മാതിരി ഓരോ പൊട്ടബുദ്ധികൾ പറയും. അതിപ്പോ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് എന്നോട് പറയല്ലേ തയ്യൽ പഠന കേന്ദ്രം തുടങ്ങണം. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആദ്യം നിങ്ങളും കുഞ്ഞുട്ടനും കൂടി അവിടെ ഇരുന്ന് പഠിക്കണം. അപ്പൊ എന്റെ മിണ്ടണില്ല, നാണക്കേടായി പോയല്ലോ. പിന്നെ മിണ്ടിയിട്ടില്ല. ഇവിടെ വാസുവേട്ടൻ ഒരു ദിവസം ഭയങ്കര വിറ്റ് എന്നോട് അറിയാനേ, നിലമ്പൂരിന്ന് കുറച്ച് തേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാനൊരു വലിയ ഇതങ്ങ് തുടങ്ങിയാലോ എന്ന്. ഇവിടെ കിട്ടുന്ന പണിയില്ലേ, മര്യാദക്ക് ദിവസം പണിക്ക് പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് അതിൻ്റെ അകത്ത് കിട്ടും. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഒരൊറ്റ പോകാം. പിന്നെ നിലമ്പൂരൊന്നുമില്ല, തേക്കൊന്നുമില്ല, ഒന്നുമില്ല. തേക്കോ ഇല്ല, കാര്യമുണ്ട്. ഇവിടെ കിട്ടുന്ന പണിയെങ്കിലൊന്നും മര്യാദക്ക് ചെയ്തിട്ടില്ലല്ലേ. എന്തായാലും നിന്റെ ചോറും കറിയൊക്കെ ആയാ? ചോറും കറിയൊന്നും ആയിട്ടില്ല, കൂട്ടാൻ വെക്കണം. ചോറൊക്കെ ആയി. ആണോ? എനിക്കിപ്പോ ഇതൊക്കെ വെട്ടിയിട്ട് വേണം ചോറ് വെക്കാൻ കേട്ടോ. പിന്നെണ്ടല്ലോ, എന്താ എന്തോന്ന് പറയാൻ വിചാരിച്ചതല്ലേ. എന്താ നീ ഓരോ അങ്ങോട്ട് ഇട്ടപ്പോ അങ്ങ് പറഞ്ഞു. ആ ജെസ്സി അത് തിരിച്ചിട്ട് നീ ഓർമ്മ കിട്ടി. ജെസ്സിന്റെ കാര്യം. ജെസ്സി സമ്മതിക്കുവോ? ഓള് സമ്മതിക്കൊന്നുമില്ല. ഓക്ക് നമ്മളെക്കാട്ട് ബുദ്ധിയുള്ളതാ. പിന്നെ ഇപ്പൊ ഇന്ന് പരീക്ക് ഓളോട് ഇങ്ങോട്ട് വരാൻ പറ്റണ്ട്. എന്താ പറയണത് നമുക്ക് നോക്കാലോ. ഈ ഇന്റർനാഷണൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോ അറിയാവുന്നത് എന്താണ്. എന്തെങ്കിലും തട്ടിപ്പായിരിക്കും. പിന്നല്ലാതെ ഇച്ചേന്റെ പഴയൊരു ഫ്രണ്ട് ഉണ്ട്, മുരളി എന്ന് പറഞ്ഞിട്ട്. അയാളും ഇച്ചേനും കൂടിയിട്ട് കുറെ പെണ്ണുങ്ങളെ ഈ നേഴ്സ് എന്ന രീതിയിൽ മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ റിക്രൂട്ട് ചെയ്യില്ലേ, ആ പരിപാടിയാണ് ചെയ്യാൻ പോണേ. അതിനാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. വേണ്ടട്ടോ, അത് ഭയങ്കര കുഴപ്പമാണ്. ആ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നുള്ള 100% ഉറപ്പാണ്. ഞാൻ സമ്മതിക്കില്ല വാസുവേട്ടാ. ഇതിന്റെ പേരിൽ മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാ. മനുഷ്യക്കെടുത്തുന്ന പേരിലെ പോലീസ് കേസ് വരെ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മതിക്കില്ല എന്നെ. അല്ല ജെസ്സിയെ, ഒരു റിസ്ക് എടുക്കാണ്ട് ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റില്ലല്ലോ ജെസ്സി. അതെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾ എന്ത് റിസ്ക് എന്നാ പറയണത്? ഓനെ ജയിലാക്കാനുള്ള പരിപാടിയാ. അല്ല, ഇതെന്ത് വർത്താനാ നീ പറയണത്? ഇക്ക ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണത്? വീട്ടു ജോലിക്കാരുടെ വിസയിലാണ് ഈ പിള്ളേരെ അങ്ങോട്ട് അയക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പോലീസ് പിടിച്ച ജയിലിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അല്ല, അതാവും ഉറപ്പാണ്. അപ്പൊ അങ്ങനെയൊക്കെ പരിപാടിയില്ലേ? ഇക്കയ്ക്ക് എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ടല്ലോ. ഇത് ആരോട് പറഞ്ഞു മനസ്സിലാക്കാനാണ്? 2 ദിവസമായിട്ട് വീട്ടിൽ ഇത് തന്നെയാണ് സംസാരം. ഞാൻ പറയുമ്പോ ഇക്ക എന്തോ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിന് എനിക്ക് കോംപ്ലക്സ് ആണെന്നാ പറയുന്നത്. ഇത് സമ്മതിക്കണ്ട. അത് ഇങ്ങനെ ഒരു സംഗതി ഉള്ള കാര്യം എന്തോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല എന്നറിയാം. അതെ ഇജിപ്പോ ബഹളം ഉണ്ടാക്കണ്ട. ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഞാൻ പറയണ എന്താ വെച്ചിട്ടുണ്ടോ, ഇപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഇപ്പൊ അവന്റെ കൂടെ അവൻ പറഞ്ഞ അനുസരിച്ച് അങ്ങോട്ട് നിക്ക്. അതെന്ത് വർത്താനാണ്? എടി പറയണത് മനസ്സിലാക്കാ. അത് ഇജ്ജ് വെറുതെ ചാടി കളിക്കാണ്ട് എന്താ കാര്യം എന്ന് പറയാണ്ട് വെറുതെ ചാടല്ലേ. ഇപ്പൊ തൽക്കാലം ഓൻ പറഞ്ഞതിനനുസരിച്ച് മൂളിട്ട് നിന്നോ. എതിർക്കാൻ നിക്കണ്ട. ഇപ്പൊ ഒരു എതിർപ്പ് ഉണ്ടാക്കണ്ട. എന്നിട്ട് അത് കുറച്ച് കഴിയട്ടെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ, എതിർക്കാതെ ഇരുന്ന് കഴിഞ്ഞാ ആ സംഗതിക്ക് അനുകൂലിക്കണ പോലെ ആവില്ലേ? വാസുട്ടി അനുകൂലിക്കാതിരിക്കലല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ ഇത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി കഴിഞ്ഞാല് ഇവര് തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറും. കച്ചവടമൊക്കെ അവിടെ നിൽക്കട്ടെ. കായ് ഉണ്ടാക്കലും കച്ചവടമല്ല, അത് അവിടെ നിൽക്കട്ടെ. ആദ്യം കുടുംബം ഉണ്ടാവണല്ലോ. അപ്പൊ ഈ ഇപ്പൊ തൽക്കാലം അവൻ പറഞ്ഞതിനൊരു ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നത്. നടക്കണ കാര്യമില്ലേ? ഞാനിപ്പോ എതിർക്കാതിരുന്ന ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകൂലേ? അതിനൊരു കാലതാമസമൊക്കെ ലജ്ജ അങ്ങോട്ട് ഇന്നങ്ങോട്ട് പറഞ്ഞിട്ട് നാളെ അങ്ങോട്ട് ബിസിനസ് തുടങ്ങല. അത് ജെസ്സിയെ പരീക്കുട്ടി പറഞ്ഞതിൽ കാര്യമുണ്ട്. അതല്ലേ പറഞ്ഞേ? അതായത് ഇത് ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടും നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ ഇപ്പൊ എതിർക്കാൻ നിക്കണ്ട, ഇപ്പൊ അനുകൂലിച്ച് നിക്ക്. അപ്പൊ തൽക്കാലത്ത് ഈ വഴക്കുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഉറപ്പാണോ അവൻ കുടുങ്ങൂലെന്ന്? എന്ത് കുടുങ്ങൂലെന്ന്? ഇജിപ്പോ എന്താ പറഞ്ഞിട്ടാ ഈ ചാടി പറഞ്ഞത്? അപ്പൊ ഞാനെന്താ പേരുടെ കുടുംബം തകർക്കാൻ വേണ്ടിട്ട് നടക്കുന്ന പറയണത് ആണോ? ഒന്നാമത് കാര്യങ്ങളാണ് രണ്ട് വളവളാന്ന് പറയാൻ നിൽക്കല്ലേ. ഒരു കാര്യം സംസാരിക്കണതിന്റെ ഇടയില് വെറുതെ ബഹളം ഉണ്ടാക്കിട്ട് എന്താ കാര്യം? ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കൂട്ടണ്ടേക്കാ. ഇപ്പൊ ഞാൻ സമ്മതിക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നേ? ഞാൻ പറഞ്ഞു ഇജിപ്പോ അതിനനുസരിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മൂളി മുക്കി അവിടെ നിന്നാ മതി. എന്നിട്ട് അതിന്റെ കാര്യ ഗൗരവത്തോടെ എടുക്കുമ്പോ അപ്പൊ
ഇതിന് എത്ര നേരം അനുകൂലിച്ച ഒരാള് പറയണേലും കാര്യം ഉണ്ടാവില്ല എന്ന് ആലോചിക്കാനുള്ള ഒരു സമയം അവന് കൊടുക്കേ. ഇത് എടുത്തു പിടിച്ചിട്ട് അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ ഏതാണെങ്കിലും അങ്ങനെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതൊക്കെ കേട്ട് മനസ്സിലാക്കി നിൽക്കുക. കാര്യങ്ങളോട് നടക്കുമ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാന്നേ. അതിന് സമയമുണ്ടല്ലോ. ആ അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ നിക്കാം. അതാ നല്ലത്, അതാണ് അതിന്റെ ശരി.